ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ വീഡിയോ കൊട്ടിയൂരേക്കുള്ള യാത്രയാണ്. പോകാൻ ഇറങ്ങിയപ്പോൾ തുടങ്ങിയ മഴയാണ്. നല്ല മഴയാണ്, നല്ല കാറ്റും മഴയും. ഇനി കൊട്ടിയൂരെത്തിയാലും കാറ്റും മഴയും തന്നെയാണോ എന്നറിയില്ല. ഇനി ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ കസിൻസാണ് പുറകിലുള്ളത്. എല്ലാവരും നല്ല രസത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി അവിടെ എത്തുമ്പോൾ എങ്ങനെയായിരിക്കും എന്നറിയില്ല. അവിടെ എത്തുമ്പോഴേക്കും മഴ കുറഞ്ഞാൽ മതി എന്ന് പ്രാർത്ഥനയേ ഉള്ളൂ. ഇവിടെ എത്തിയപ്പോഴേക്കും മഴയൊന്നും ഇല്ല കേട്ടോ. അവിടെ നല്ല ആശ്വാസമായി. കുഞ്ഞു മക്കളെയും കൊണ്ടല്ലേ വരുന്നത്. മഴയും കൂടെ പെയ്താൽ എന്ത് ബുദ്ധിമുട്ടായിരിക്കും. അല്ലാണ്ട് തന്നെ കൊട്ടിയൂർ നല്ല തിരക്കാണ് ഇപ്പോൾ. കൊട്ടിയൂരേക്ക് ഞങ്ങൾ മാത്രമല്ല, ഹസ്ബൻഡിൻ്റെ ഒരു ഫ്രണ്ടും അവരുടെ ഫാമിലിയും ഉണ്ട്. അവർ വേറെ വണ്ടിയിലായിരുന്നു വന്നത്. കാറ് പാർക്ക് ചെയ്തിട്ട് ഞങ്ങളെല്ലാവരും അക്കരക്കൊട്ടിയിലേക്ക് നടന്നു പോവുക. കഴിഞ്ഞ വർഷം തൊട്ട് കൊട്ടിയൂരേക്ക് കർണാടകയിൽ നിന്ന് ആന്ധ്രയിൽ നിന്നൊക്കെ ഒരുപാട് ജനങ്ങൾ വരാൻ തുടങ്ങി. ഇപ്പം അതുകൊണ്ട് കൊട്ടിയൂരേക്ക് അടുക്കാൻ പറ്റാത്ത തിരക്കാണ്. അതുകൊണ്ട് കഴിഞ്ഞ കൊല്ലം വരാൻ പറ്റിയില്ല. നമുക്ക് രാത്രിയാകുമ്പോൾ തിരക്ക് കുറയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് രാത്രി വന്നത്. പക്ഷേ രാത്രിക്ക് നല്ല തിരക്ക് തന്നെയായിരുന്നു കേട്ടോ. കൊട്ടിയൂർ ക്ഷേത്രത്തിനൊരു ഐതിഹ്യമുണ്ട്. ദക്ഷയാഗവും സതീദേവിയുടെ ആത്മാഹൂതിയുമാണ് കൊട്ടിയൂർ ക്ഷേത്രത്തിൻ്റെ പ്രധാന ഐതിഹ്യം. ശിവനെ അപമാനിക്കാൻ ദക്ഷപ്രജാപതി നടത്തിയ യാഗത്തിൽ സതീദേവി ക്ഷണിക്കാതെ എത്തുകയും അവിടെ വെച്ച് ഭർത്താവിനെ അവഹേളിച്ചതിൽ മനംനൊന്ത് യാഗാഗ്നിയിൽ ചാടി ജീവനൊടുക്കുകയും ചെയ്തു. സതിയുടെ വിയോഗത്തിൽ കോപിഷ്ഠനായ പരമശിവൻ തൻ്റെ ജട നിലത്തടിച്ച് വീരഭദ്രനെ സൃഷ്ടിക്കുകയും ദക്ഷൻ്റെ യാഗം തകർക്കുകയും ചെയ്തു. കോപാകുലനായ വീരഭദ്രൻ ദക്ഷൻ്റെ തലയറുത്തു. പിന്നീട് ബ്രഹ്മാവിൻ്റെയും വിഷ്ണുവിൻ്റെയും പ്രാർത്ഥന മാനിച്ച് ശിവൻ ദക്ഷന് ആടിൻ്റെ തല വെച്ച് ജീവൻ തിരികെ നൽകി. ദുഃഖിതനായ ശിവൻ സതിയുടെ ഭൗതിക ശരീരമെടുത്ത് ലോകം മുഴുവൻ അലഞ്ഞു. ഒടുവിൽ വിഷ്ണുവിൻ്റെ സുദർശന ചക്രം സതിയുടെ ശരീരത്തെ ഛിന്ന ഭിന്നമാക്കുകയും ആ ഭാഗങ്ങൾ പതിച്ച സ്ഥലങ്ങൾ ശക്തിപീഠങ്ങളായി മാറുകയും ചെയ്തു. സതീദേവി യാഗാഗ്നിയിൽ ലയിച്ച അതേ സ്ഥലത്താണ് ശിവൻ സ്വയംഭൂവായി പ്രത്യക്ഷപ്പെട്ടത് എന്നാണ് വിശ്വാസം. കാലക്രമേണ വനമായി മാറിയ ഈ പ്രദേശത്ത് ഒരു ആദിവാസി തൻ്റെ കത്തി മൂർച്ച കൂട്ടുന്നതിനിടയിൽ കല്ലിൽ നിന്ന് രക്തം പ്രവഹിക്കുന്നത് കണ്ടു. തുടർന്ന് സമീപവാസികളായ നമ്പൂതിരിമാരും പ്രമുഖരും ചേർന്ന് പാലും നെയ്യും അഭിഷേകം ചെയ്തെങ്കിലും രക്തം നിലച്ചില്ല. ഇളനീര് അഭിഷേകം ചെയ്തപ്പോഴാണ് രക്തപ്രവാഹം നിന്നത്. ഇന്നും കൊട്ടിയൂരിൽ ഇളനീർ അഭിഷേകം പ്രധാനമാണ്. കണ്ണൂർ ജില്ലയിലെ ബാവലിപ്പുഴയുടെ തീരത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇക്കരെ കൊട്ടിയൂർ, അക്കരെ കൊട്ടിയൂർ എന്നിങ്ങനെ രണ്ട് ക്ഷേത്രങ്ങളുണ്ട്. വൈശാഖ മഹോത്സവ കാലത്ത് മാത്രമേ അക്കരെ കൊട്ടിയൂരിൽ പൂജകളും പ്രവേശനവും ഉണ്ടാകാറുള്ളൂ. ബാവലിപ്പുഴയുടെ തീരത്തുള്ള ഈ നാടിനെ ദക്ഷിണകാശി എന്ന പേരിലും വിശേഷിപ്പിക്കാറുണ്ട്. 27 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണിത്. ഇടവത്തിലെ ചോതി നക്ഷത്രം തൊട്ട് മിഥുനത്തിലെ ചിത്ര നക്ഷത്രം വരെ. തിരുവഞ്ചിറ എന്നു പേരുള്ള വലിയൊരു തടാകത്തിൻ്റെ മധ്യത്തിലുള്ള മണിത്തറയിലാണ് ശിവലിംഗമുള്ളത്. ഈ തടാകത്തിലെ തന്നെ മറ്റൊരു തറയായ അമ്മാറക്കല്ലിലാണ് ആദിപരാശക്തിയായ ശ്രീ പാർവതിയെ ആരാധിക്കുന്നത്. പുരാണത്തിലെ ദക്ഷയാഗം നടന്ന സ്ഥലമാണ് കൊട്ടിയൂർ എന്നാണ് വിശ്വാസം. കൊട്ടിയൂർ ഉത്സവത്തിലെ ഏറ്റവും വലിയ കൗതുകമാണ് കൊട്ടിയൂരിൽ മാത്രം ലഭിക്കുന്ന ഓടപ്പൂക്കൾ. ഭൃഗമുനിയുടെ വെളുത്ത താടി എന്നാണ് ഓടപ്പൂ ഓർമ്മിപ്പിക്കുന്നത്. മൃത്യുഞ്ജയമൂർത്തി, ഉമാമഹേശ്വരൻ, ഓങ്കാരമൂർത്തി, പരബ്രഹ്മമൂർത്തി തുടങ്ങിയവ എല്ലാ ഭാവങ്ങളിലും ഭഗവാൻ ഇവിടെ ആരാധിക്കപ്പെടുന്നു. ഇന്ന് തിരുവാതിര നാളിലെ ചതുശതം വലിയ വട്ടളം പായസം കൊട്ടിയൂരപ്പനെ നിവേദിച്ചു. നാളെ പുണർദം നാളിലെ പായസ നിവേദ്യവും തൃക്കൂർ അരിയളവും നടത്തും. വൈശാഖോത്സവത്തിലെ ആദ്യത്തെ ചതുശതം പായസ നിവേദ്യം ഇന്ന് ഉച്ചയ്ക്ക് പന്തീരടി പൂജയ്ക്കൊപ്പമാണ് നടത്തിയത്. തിടപ്പള്ളിയിൽ പായസമൊരുക്കി ശ്രീകോവിലിനുള്ളിൽ എത്തിച്ച ശേഷം നിവേദിച്ചു. നാളത്തെ തൃക്കൂർ അരിയളവ് ചടങ്ങ് 2 ഘട്ടമായാണ് നടത്തുക. പന്തീരടി പൂജയ്ക്കും വലിയ വട്ടളം പായസം നിവേദിച്ച ശേഷവും തൃക്കൂർ അരിയളവിലെ ആദ്യഘട്ടം നടത്തും. പന്തീരടി പൂജ കഴിഞ്ഞ് ശ്രീകോവിൽ ശുചീകരിക്കും. ശ്രീകോവിലിനുള്ളിൽ കോട്ടയം സ്വരൂപത്തിലെ അമ്മരാജയ്ക്കാണ് ആദ്യം അരി അളന്നു നൽകുക. സ്വർണ്ണത്തളിയിൽ അരിയെടുത്ത് അളന്നു നൽകും. അരി സ്വീകരിച്ച് ദക്ഷിണ നൽകിയ ശേഷം അമ്മരാജ വാളറയിലും അമ്മാറക്കൽ തറയിലുമെത്തി വണങ്ങും. അളന്നു ലഭിച്ച അരി മേൽമുണ്ടിൽ കെട്ടി തലയിൽ വെച്ചാണ് അമ്മരാജ തിരുവഞ്ചിറ കടന്ന് പുറത്തു പോവുക. 2ാം ഘട്ടം അരിയളവ് നടത്തുന്നത് ക്ഷേത്രത്തിലെ പാരമ്പര്യ ഊരാളന്മാരുടെ തറവാടുകളിലെയും മറ്റ് ആവശ്യങ്ങളുള്ള തറവാടുകളിലെയും സ്ത്രീകൾക്കാണ്. രാത്രിയിലാണ് ഈ അരിയളവ്.
അരിയളവ് കഴിഞ്ഞാൽ ഉടൻ തന്നെ അവർ സന്നിധാനം വിട്ടുപോകണം. ഈ വർഷം പിന്നീട് അവർ ക്ഷേത്രത്തിൽ വരാൻ പാടില്ലെന്നാണ് ആചാരം. എന്തായാലും അവിടെ ഉണ്ടാവും. ഇനി തൈലം ആവശ്യമുള്ളവർക്കെല്ലാം ചോദിച്ചു മേടിക്കാൻ വരുന്ന കഴിവുള്ളവർ. ഞങ്ങളെല്ലാവരും തിരുവഞ്ചിറയിൽ നിന്ന് ക്ഷേത്ര ദർശനം കഴിഞ്ഞിറങ്ങി. ഇനി നമുക്ക് ഇക്കര കൊട്ടിയൂർ ക്ഷേത്ര ദർശനത്തിന് പോകണം. ഇക്കര കൊട്ടിയൂരിൻ്റെ ക്ഷേത്ര കവാടമാണത്. നമ്മൾ എല്ലാവരും അവിടെ പോയിട്ടൊന്ന് തൊഴുതിട്ട് വരുന്നുണ്ട്. അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, അങ്ങോട്ടേക്ക് ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല എന്നുണ്ട്. അവിടുന്ന് നമ്മൾ എന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. അവിടെ ചെല്ലുന്നവർക്കെല്ലാം അന്നദാനം ഉണ്ടായിരുന്നു. അവിടെ ഒരുപാട് ചന്തകളുണ്ടായിരുന്നു. ഞങ്ങളെല്ലാ ചന്തകളിലെല്ലാം ഒന്ന് കയറി എല്ലാം കണ്ടു. പിള്ളേർക്ക് വേണ്ട കുറച്ച് ടോയ്സൊക്കെ വാങ്ങിച്ചു. അങ്ങനെ ഞങ്ങളുടെ ഇക്കൊല്ലത്തെ കൊട്ടിയൂർ ദർശനം കഴിഞ്ഞു. നമുക്ക് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബായ്.